ആകാശഗംഗയിലേക്ക് ഒരു മലയാളി തിളക്കം. ചരിത്രം കുറിക്കാൻ അനിൽ മേനോൻ ബഹിരാകാശത്തേക്ക്. മിനിയാപോളിസിൽ നിന്ന് പ്രപഞ്ചത്തിന്റെ അതിരുകളിലേക്ക്. മൂന്നര കോടി മലയാളികളുടെ നെഞ്ചിൽ അഭിമാനത്തിന്റെ പുതിയൊരു വിണ്ണേറ്റം കുറിച്ചുകൊണ്ട് ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ സഞ്ചാരി കേണൽ അനിൽ മേനോൻ ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് കുതിച്ചുയരും. ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി എന്ന സമാനതകളില്ലാത്ത ചരിത്ര നേട്ടമാണ് ഈ ദൗത്യത്തിലൂടെ അദ്ദേഹം സ്വന്തമാക്കുന്നത്. 8 മാസം നീളുന്ന അതീവ പ്രാധാന്യമുള്ള ശാസ്ത്ര പര്യവേഷണ ദൗത്യത്തിനായി 2 റഷ്യൻ സഹയാത്രികർക്കൊപ്പമാണ് അനിൽ മേനോൻ യാത്ര തിരിക്കുന്നത്. റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ്കോസ്മോസിന്റെ സോയൂസ് MS-29 എന്ന പേടകത്തിലാണ് വിക്ഷേപണം. കസാഖിസ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രോമയിൽ നിന്ന് ഇന്ത്യൻ സമയം ചൊവ്വാഴ്ച രാത്രി 8:17 പേടകം വിക്ഷേപിക്കുക. കുതിച്ചുയർന്ന് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഇന്ത്യൻ സമയം രാത്രി 11:56 പേടകം ബഹിരാകാശ നിലയവുമായി വിജയകരമായി ഡോക്ക് ചെയ്യും. തുടർന്ന് ബുധനാഴ്ച പുലർച്ചെ 1:25 അനിൽ മേനോനും സംഘവും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ 75ാമത് പര്യവേഷണ സംഘത്തിന്റെ ഭാഗമായി നിലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കും. പ്രശസ്ത റഷ്യൻ ബഹിരാകാശ സഞ്ചാരികളായ പ്യോട്ടർ ദ്രുബ്രോവ്, അന്ന കിക്കിന എന്നിവരാണ് ഈ ചരിത്രയാത്രയിൽ അനിൽ മേനോന്റെ സഹയാത്രികർ. US-ലെ മിനിയാപോളിസിൽ ഉക്രൈനിയൻ ഇന്ത്യൻ കുടിയേറ്റ ദമ്പതികളുടെ മകനായാണ് 49-കാരനായ അനിൽ മേനോൻ ജനിച്ചത്. അച്ഛൻ മലയാളി ആയതിനാൽ തന്നെ കേരളവുമായി ശക്തമായ ആത്മബന്ധം അദ്ദേഹത്തിനുണ്ട്. കേവലം ഒരു ബഹിരാകാശ സഞ്ചാരി എന്നതിലുപരി മികച്ചൊരു എമർജൻസി മെഡിസിൻ ഫിസിഷ്യനും US സ്പേസ് ഫോഴ്സിലെ കേണലുമാണ് അദ്ദേഹം. മുൻപ് US എയർഫോഴ്സിൽ സേവനമനുഷ്ഠിച്ചിരുന്ന കാലത്ത് അഫ്ഗാനിസ്ഥാനിലെ യുദ്ധമുന്നണിയിൽ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ മികച്ച സൈനിക പശ്ചാത്തലവും ഇദ്ദേഹത്തിനുണ്ട്. 2014 നാസയിൽ ഫ്ലൈറ്റ് സർജനായാണ് അനിൽ മേനോൻ ബഹിരാകാശ മേഖലയിലേക്ക് ചുവടുവയ്ക്കുന്നത്. ബഹിരാകാശ നിലയത്തിൽ താമസിച്ച് ജോലി ചെയ്യുന്ന വിദേശ സഞ്ചാരികളുടെ ആരോഗ്യ സംരക്ഷണ ചുമതലയായിരുന്നു അദ്ദേഹത്തിന്. തുടർന്ന് 2018 സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ സ്പേസ് എക്സിൽ ചേർന്ന അദ്ദേഹം കമ്പനിയുടെ മെഡിക്കൽ വിഭാഗത്തിന് അടിത്തറയിട്ടു. മനുഷ്യനെ വഹിച്ചുള്ള ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ ദൗത്യമായ ഡെമോ 2വിന്റെ മെഡിക്കൽ മുന്നൊരുക്കങ്ങൾക്ക് നേതൃത്വം നൽകിയത് അനിലായിരുന്നു. കൂടാതെ മനുഷ്യരാശിയുടെ ചന്ദ്ര ചൊവ്വ ദൗത്യങ്ങൾക്കായി വികസിപ്പിക്കുന്ന സ്റ്റാർഷിപ്പ് പേടകത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലും അദ്ദേഹം സജീവമായി പങ്കാളിയായി. 2021 ഡിസംബറിലാണ് ലോകമെമ്പാടുമുള്ള 12,000-ഓളം അപേക്ഷകരിൽ നിന്ന് നാസയുടെ 23ാമത് ബഹിരാകാശ ബാച്ചിലേക്ക് അനിൽ മേനോൻ തിരഞ്ഞെടുക്കപ്പെടുന്നത്. തുടർന്ന് 2 വർഷത്തെ കഠിനമായ ബഹിരാകാശ പരിശീലന പരിപാടി വിജയകരമായി പൂർത്തിയാക്കിയ ശേഷമാണ് അദ്ദേഹം ഈ സ്വപ്ന ദൗത്യത്തിലേക്ക് കാൽവെക്കുന്നത്. 8 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഈ ദൗത്യത്തിനിടയിൽ ബഹിരാകാശ നിലയത്തിൽ വച്ച് മനുഷ്യ ശരീരത്തിൽ മൈക്രോഗ്രാവിറ്റി ഉണ്ടാക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾക്കും അത്യാധുനിക ബയോമെഡിക്കൽ പരീക്ഷണങ്ങൾക്കും അനിൽ മേനോൻ നേതൃത്വം നൽകും. ഭാവിയിൽ ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കുമുള്ള ദീർഘദൂര ബഹിരാകാശ യാത്രകളിൽ മനുഷ്യർ നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ പരീക്ഷണങ്ങൾ നിർണായകമാകും. രാകേഷ് ശർമ്മ, കൽപ്പന ചൗള, സുനിത വില്യംസ്, സിരിഷ ബാൻഡ്ല എന്നിവർക്കു ശേഷം ബഹിരാകാശത്തേക്ക് കുതിക്കുന്ന ഇന്ത്യൻ വംശജൻ എന്ന ബഹുമതിക്കൊപ്പം കേരളത്തിന്റെ പേര് പ്രപഞ്ചത്തിന്റെ നെറുകയിൽ കൊത്തിവെക്കുക കൂടിയാണ് ഈ 49-കാരൻ. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് അഭിമാനത്തിന്റെ പുത്തൻ ആകാശങ്ങൾ സമ്മാനിക്കുന്ന അനിൽ മേനോന്റെ ഈ യാത്ര ശാസ്ത്രലോകത്തും വലിയ പ്രതീക്ഷകളാണ് നൽകുന്നത്.